നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +1 ജിയോഗ്രഫി 4ാമത്തെ ചാപ്റ്ററായ കാലാവസ്ഥ എന്നൊരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കാം. കാലാവസ്ഥ. വേനൽക്കാലങ്ങളിൽ നാം ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാർ വേനൽക്കാലത്തും ശൈത്യകാലത്തും വ്യത്യസ്തമായ വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. വേനലിൽ നേർത്ത വസ്ത്രങ്ങളും ശൈത്യകാലങ്ങളിൽ കട്ടികൂടിയ കമ്പിളി വസ്ത്രങ്ങളും ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദക്ഷിണേന്ത്യയിൽ ഇത്തരം കമ്പിളി വസ്ത്രങ്ങൾ ആവശ്യമായി വരുന്നില്ല. വടക്കു കിഴക്കൻ ഇന്ത്യയിൽ കുന്നുകളിലൊഴികെ ശൈത്യകാലത്തിന് തീഷ്ണത കുറവാണ്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങൾ അന്തരീക്ഷ ഘടകങ്ങളിലുണ്ടാകുന്ന അല്ലെങ്കിൽ താപനില, മർദ്ദം, കാറ്റിൻ്റെ ദിശയും വേഗതയും, ആർദ്രത, വർഷപാതം ഇവയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണമാണ് സംഭവിക്കുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതേസമയം ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. അപ്പോൾ ഇവിടെ 2 പോയിൻ്റാണ് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. 1 ദിനാന്തരീക്ഷ സ്ഥിതി, 2 കാലാവസ്ഥ. അതായത് ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ. അതേസമയം ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ പെട്ടെന്ന് മാറ്റം സംഭവിക്കാം. ഒരു ദിവസത്തിനുള്ളിലോ ഒരാഴ്ചയ്ക്കുള്ളിലോ. എന്നാൽ കാലാവസ്ഥാ മാറ്റം ദീർഘകാലം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതായത് ഒരു ദിവസത്തിലോ ഒരാഴ്ചയ്ക്കുള്ളിലോ ഉള്ളതാണ് ദിനാന്തരീക്ഷ സ്ഥിതിയുടെ മാറ്റങ്ങൾ. എന്നാൽ കാലാവസ്ഥാ മാറ്റം ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. പലപ്പോഴും 50-ലധികം വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഇത് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതായത് കാലാവസ്ഥാ മാറ്റം ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കാം. മൺസൂൺ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. നമുക്കറിയാം മൺസൂണിൻ്റെ അർത്ഥവും ഏത് ഭാഷയിൽ നിന്നാണ് രൂപപ്പെട്ടതെന്നൊക്കെ ഒരുപാട് പ്രാവശ്യം PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ്? മൗസം എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിൻ്റെ ഗതി മാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയാണ് മൺസൂൺ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഏത് മൺസൂണാണ്? ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ. തെക്കുകിഴക്കൻ ഏഷ്യയിലും ഇത്തരത്തിലുള്ള മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. മൺസൂൺ കാലാവസ്ഥയിലെ ഏകത്വവും വൈവിധ്യവും. മൺസൂൺ കാലാവസ്ഥാക്രമം ഇന്ത്യയും മറ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളുമായുള്ള ഐക്യം ഉറപ്പിക്കുന്നു. എന്നാൽ മൺസൂൺ കാലാവസ്ഥ ഏകത്വം എന്ന ഈ വിശാലമായ കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലെ തന്നെ പല ഭാഗത്തും മൺസൂണിൻ്റെ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനങ്ങളെ വിസ്മരിക്കാവുന്നതല്ല. ഉദാഹരണത്തിന് ഇന്ത്യയുടെ തെക്ക് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാലാവസ്ഥ വടക്ക് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും കാലാവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എന്നിരുന്നാലും ഈ പ്രദേശങ്ങളെല്ലാം മൺസൂൺ കാലാവസ്ഥയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ കാലാവസ്ഥയിൽ ധാരാളം പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. കാറ്റിൻ്റെ ക്രമം, താപനില, വർഷണം, ഋതുഭേദങ്ങൾ, ഈർപ്പത്തിൻ്റെയും വരൾച്ചയുടെയും തോത് എന്നിവയിലെല്ലാം ഈ വ്യത്യാസങ്ങൾ പ്രകടമാണ്. പ്രാദേശികമായ വൈവിധ്യമാണ് മൺസൂൺ കാലാവസ്ഥയുടെ ഉപവിഭാഗങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. താപനിലയിലും കാറ്റ്, മഴ എന്നിവയിലുമുള്ള പ്രാദേശിക വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്താം. വേനലിൽ പലപ്പോഴും പടിഞ്ഞാറൻ രാജസ്ഥാനിലെ താപനില 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. എന്നാൽ ശൈത്യകാലത്ത് കാശ്മീരിലെ ലേയിൽ ഇത് -45 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. രാജസ്ഥാനിലെ ചുരുവിൽ ജൂൺ മാസത്തിലെ ഒരു ദിവസം പകൽ സമയം 50 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുമ്പോൾ അതേ ദിവസം അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ 19 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തുന്നത്. ഡിസംബർ രാത്രികളിൽ ജമ്മു കാശ്മീരിലെ ദ്രാസിൽ താപനില -45 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമ്പോൾ തിരുവനന്തപുരത്തും ചെന്നൈയിലും അതേ ദിവസം രാത്രി 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 22 ഡിഗ്രി സെൽഷ്യസ് താപനില ആയിരിക്കും. ഇന്ത്യയിൽ സ്ഥലങ്ങൾ തോറും പ്രദേശങ്ങൾ തോറും താപനിലയിൽ കാലികമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുവെന്ന് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഇതുമാത്രമല്ല, നാം ഒരു സ്ഥലത്തെ ദൈനിക താപനില പരിശോധിക്കുകയാണെങ്കിൽ പോലും വ്യത്യാസങ്ങൾ കുറവായിരിക്കുകയില്ല.
കേരളത്തിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും രാത്രിയിലും പകലും തമ്മിലുള്ള താപനിലയിലുള്ള വ്യത്യാസം ഏകദേശം 7-8 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ താർ മരുഭൂമിയിൽ പകൽ സമയത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ രാത്രികാലത്ത് ഇത് ഗണ്യമായി കുറഞ്ഞ് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു. ഇനി നമുക്ക് വർഷണത്തിലെ പ്രാദേശിക വ്യത്യാസം മനസ്സിലാക്കാം. ഹിമാലയ പ്രദേശത്ത് മഞ്ഞ് വീഴ്ചയുണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ മഴ ലഭിക്കുന്നു. അതുപോലെ വർഷണത്തിൻ്റെ തരങ്ങളിൽ മാത്രമല്ല അതിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ പ്രകടമാണ്. മേഘാലയയിലെ ഖാസി കുന്നുകളിലെ ചിറാപൂഞ്ചിയിലും മൗസിൻ റാമിലും വർഷത്തിൽ 1080 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ അപൂർവമായി മാത്രമേ 9 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നുള്ളൂ. മേഘാലയയിലെ ഗാരോ കുന്നുകളിലെ ടൂറയിൽ ഒരു ദിവസം മാത്രം ലഭിക്കുന്നത് ജയ്സാൽമീറിൽ 10 വർഷം ലഭിക്കുന്ന മഴയ്ക്ക് ഏകദേശം തുല്യമാണ്. പശ്ചിമ ഹിമാലയത്തിലും പടിഞ്ഞാറൻ മരുഭൂമിയിലും വാർഷിക വർഷപാതം 10 സെൻറ്റിമീറ്ററിൽ കുറവായിരിക്കുമ്പോൾ മേഘാലയയിൽ ഇത് 400 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ്. ഗംഗാ ഡെൽറ്റയിലും ഒഡീഷ തീരസമതലത്തിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ 3-ാമത്തെയോ 5-ാമത്തെയോ ദിവസങ്ങളിൽ ശക്തമായ മഴക്കാറ്റുകൾ ലഭിക്കുമ്പോൾ ഏകദേശം 1000 കിലോമീറ്റർ തെക്ക് മാറി കോറമാൻഡൽ തീരത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും. രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ജൂൺ മാസത്തിനും സെപ്റ്റംബർ മാസത്തിനും ഇടയിൽ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിൽ മഴ ശീതകാല ആരംഭത്തോടെയാണ് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രാദേശിക വ്യത്യാസങ്ങളെല്ലാം പ്രകടമാണെങ്കിലും ഇന്ത്യയുടെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ തന്നെയാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഇന്ത്യയുടെ കാലാവസ്ഥയെ നിരവധി ഘടകങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ഇവയെ മുഖ്യമായും 2 വിഭാഗങ്ങളിൽ പെടുത്താം. സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അന്തരീക്ഷമർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഘടകങ്ങളിൽ ആദ്യം സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ നോക്കാം. ആദ്യം അക്ഷാംശം. ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയാണിത്. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കിഴക്കു പടിഞ്ഞാറായി കടന്നുപോകുന്ന ഉത്തരായന രേഖ ഇന്ത്യയെ 2 ഭാഗങ്ങളായി തിരിക്കുന്നു. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം അഥവാ ഉത്തരേന്ത്യ ഉപോഷ്ണ മേഖലയിലും മിതോഷ്ണ മേഖലയിലും ഉൾപ്പെടുന്നു. ഉത്തരായനിക്ക് തെക്ക് ഭാഗം ഉഷ്ണമേഖലയിൽ ഉൾപ്പെടുന്നു. ഭൂമധ്യരേഖയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും കുറഞ്ഞ ദൈനിക താപാന്തരവും കുറഞ്ഞ വാർഷിക താപാന്തരവും അനുഭവപ്പെടുന്നു. ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ അവ ഭൂമധ്യരേഖയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ ദൈനികവും വാർഷികവുമായ ഉയർന്ന താപ വ്യതിയാനത്തോടു കൂടിയ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അടുത്തൊരു ഘടകം ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായി ഉയർന്നു നിൽക്കുന്ന ഹിമാലയ പർവ്വതം തുടർ മലനിരകളിലും ചേർന്ന് ഒരു ഫലപ്രദമായ കാലാവസ്ഥാ വിഭാജകം കൂടിയാണ്. ഹിമാലയ പർവ്വതം വടക്കൻ ശീതക്കാറ്റിനെ പ്രതിരോധിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു രക്ഷാകവചം തീർക്കുന്നു. ഈ ശീതക്കാറ്റുകൾ ആർട്ടിക് വൃത്തത്തിനടുത്തു നിന്നുത്ഭവിച്ച് മധ്യ ഏഷ്യയിലേക്കും പൂർവ്വ ഏഷ്യയിലേക്കും വീശുന്നു. കൂടാതെ ഹിമാലയ പർവ്വതം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുക വഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴ ലഭ്യമാകുന്നതിന് സഹായകമാകുന്നു. അടുത്തൊരു ഘടകമാണ് കരയുടെയും കടലിൻ്റെയും വിതരണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ 3 ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്താലും വടക്ക് ഭാഗം ഉയർന്നു നിൽക്കുന്ന തുടർച്ചയായ ഹിമാലയത്താലും ചുറ്റപ്പെട്ടിരിക്കുന്നു. കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായ മർദ്ദകേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. ഇത്തരം മർദ്ദ വ്യതിയാനം മൺസൂൺ കാറ്റുകളുടെ ദിശാവ്യതിയാനത്തിന് കാരണമാകുന്നു. അടുത്തത് കടലിൽ നിന്നുള്ള അകലം. ഇന്ത്യയിലെ വിശാലമായതും നീളമേറിയതുമായ തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമീപ്യം മൂലം മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ കടലിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ തീവ്രമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇതിനാലാണ് കൊങ്കൺ തീരത്തും മുംബൈയിലും ഉള്ള ജനങ്ങൾക്ക് താപനിലയിലെ അസഹനീയതയും ഋതുഭേദങ്ങളുടെ താളക്രമവും കൃത്യമായി അറിയാൻ സാധിക്കാത്തത്.
ഡൽഹി, കാൺപൂർ, അമൃത്സർ, രാജസ്ഥാനിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാലാവസ്ഥയിലെ കാലികമായ വ്യത്യാസം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നു. അടുത്തത് ഉയരം. ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ സമതലങ്ങളേക്കാൾ തണുപ്പുള്ളവയായിരിക്കും. ഉദാഹരണം, ആഗ്രയും ഡാർജിലിംഗും ഒരേ അക്ഷാംശ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ പോലും ജനുവരിയിലെ താപനില ആഗ്രയിൽ 10 ഡിഗ്രി സെൽഷ്യസും ഡാർജിലിംഗിൽ 4 ഡിഗ്രി സെൽഷ്യസും ആണ്. അടുത്തത് ഭൂപ്രകൃതി. ഇന്ത്യയുടെ സവിശേഷമായ ഭൂപ്രകൃതി അതിൻ്റെ താപവിതരണം, അന്തരീക്ഷമർദ്ദം, കാറ്റിൻ്റെ ദിശ, വേഗത, മഴയുടെ അളവ്, വിതരണം തുടങ്ങിയവയെ സ്വാധീനിക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെയും അസമിൻ്റെയും കാറ്റിന് അഭിമുഖമായ ഭാഗങ്ങളിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലങ്ങളിൽ മഴ ലഭിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മറുചെരിവിൽ ഉൾപ്പെടുന്ന പീഠഭൂമിയുടെ തെക്കു ഭാഗങ്ങളിൽ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കാരണം ഇവ പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശങ്ങളാണ്. അടുത്തത് അന്തരീക്ഷമർദ്ദവും കാറ്റുകളുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഇന്ത്യയിലെ പ്രാദേശിക കാലാവസ്ഥാ വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് താഴെ നൽകിയിരിക്കുന്ന 3 ഘടകങ്ങളുടെയും പ്രവർത്തന രീതി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1. ഭൗമോപരിതലത്തിലെ അന്തരീക്ഷമർദ്ദത്തിലെയും കാറ്റുകളുടെയും വിതരണം. 2. ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന ഉന്നതതല ചംക്രമണവും വിവിധ വായുസഞ്ചാരങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും കടന്നുവരവ്. 3. ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്ന പശ്ചിമ ചക്രവാളങ്ങളുടെയും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തുള്ള ഉഷ്ണമേഖല ന്യൂനമർദ്ദങ്ങളുടെയും ഇന്ത്യയിലേക്കുള്ള വരവും ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇന്ത്യയിലെ വേനൽക്കാലത്തെയും ശൈത്യകാലത്തെയും അടിസ്ഥാനമാക്കി ഈ 3 ഘടകങ്ങളുടെയും പ്രവർത്തന രീതി കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് ശൈത്യകാലത്തെ കാലാവസ്ഥ. ഉപരിതല മർദ്ദവും കാറ്റുകളും. ശീതകാല മാസങ്ങളിൽ ഇന്ത്യയിലെ കാലാവസ്ഥ മധ്യേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷ മർദ്ദസ്ഥിതിയുടെ സ്വാധീനത്തിലായിരിക്കും. ശൈത്യകാലത്ത് ഹിമാലയൻ പർവ്വതങ്ങൾക്ക് വടക്കുമാറി ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടുന്നു. ഈ ഉച്ചമർദ്ദ കേന്ദ്രം പർവ്വതനിരയ്ക്ക് തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വടക്കുനിന്നും താഴ്ന്ന തലങ്ങളിൽ വായുപ്രവാഹം സൃഷ്ടിക്കുന്നു. മധ്യേഷ്യയിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിലെ ഉപരിതല വായു വരണ്ട ശീതക്കാറ്റുകളായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്നു. ഈ വൻകരക്കാറ്റുകൾ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വീശുന്ന വാണിജ്യവാതങ്ങളുമായി സമ്പർക്കത്തിലാകുന്നു. ഈ സമ്പർക്ക മേഖല എല്ലായ്പ്പോഴും സ്ഥിരതയുള്ളവയല്ല. അപൂർവമായി ഇത് കൂടുതൽ പർവ്വത ദിക്കിലേക്ക് മാറുകയും മധ്യഗംഗാതടം വരെ എത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി മധ്യഗംഗാതടം വരെയുള്ള മുഴുവൻ ഉത്തരേന്ത്യയും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയും വരണ്ട വടക്കു പടിഞ്ഞാറൻ ശീതക്കാറ്റിൻ്റെ സ്വാധീനത്തിലാകുന്നു. അടുത്തത് ജെറ്റ് പ്രവാഹങ്ങളും ഉന്നതതല വായു ചംക്രമണവും. ഇതുവരെ ചർച്ച ചെയ്തത് മുഴുവൻ ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ വായു ചംക്രമണത്തെക്കുറിച്ചാണ്. എന്നാൽ വ്യത്യസ്തമായ വായുപ്രവാഹമാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉപരിഭാഗങ്ങളിൽ ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലത്തിലെ വായുപ്രവാഹത്തിൽ ഉപരിതല അന്തരീക്ഷ മർദ്ദത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും ഈ കാലയളവിൽ 9 മുതൽ 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന പശ്ചിമ കാറ്റുകളുടെ സ്വാധീനത്തിലായിരിക്കും. ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്നു. ഇവയാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ 1-ാം ഭാഗം. ഇത്തിരി വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ആദ്യത്തെ പാർട്ട് നന്നായിട്ട് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.